കഴക്കൂട്ടം കാര്യവട്ടത്ത് അതിഥി തൊഴിലാളിയെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം വലിയ ചർച്ചയാകുന്നു. അസം ഹോജായ് ആശൻസ്കർ ദഗിൻ സ്വദേശിയായ അജ്മൽ അലിയാണ് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 11 മണിയോടെ മരിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ പോലീസ് നടത്തിയ ലഹരി വേട്ടയ്ക്കിടെ ഇയാളെ അന്വേഷിച്ച് ഉദ്യോഗസ്ഥർ എത്തിയതിന് പിന്നാലെയാണ് മരണം സംഭവിച്ചത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. തിരുവനന്തപുരം നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ലഹരി മരുന്ന് സംഘങ്ങൾ സജീവമാണെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ലുലു മാളിന് സമീപം കേന്ദ്രീകരിച്ച് പോലീസ് ഓപ്പറേഷൻ തുഫാൻ എന്ന പേരിൽ ശക്തമായ ലഹരി വിരുദ്ധ പരിശോധനകൾ നടത്തിവരികയായിരുന്നു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി സംശയമുള്ളവരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നവരെ നിരീക്ഷിക്കുന്നതിനിടെയാണ് അജ്മൽ അലിയെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് കൃത്യമായ അന്വേഷണത്തിന്റെ ഭാഗമായി ശനിയാഴ്ച പോലീസ് ഇദ്ദേഹം താമസിച്ചിരുന്ന കാര്യവട്ടം മേനല്ലൂർ MK ഹൗസിലെ വാടക വീട്ടിൽ എത്തുകയായിരുന്നു. പോലീസിന്റെ വരവ് അജ്മൽ അലിയെ മാനസികമായി വല്ലാതെ തളർത്തിയിരുന്നു എന്നാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്രതീക്ഷിതമായി പോലീസ് എത്തിയത് അദ്ദേഹത്തിൽ വലിയ ഭീതിയും ആശങ്കയും സൃഷ്ടിച്ചിട്ടുണ്ടാകാമെന്ന് കരുതപ്പെടുന്നു. പോലീസ് സംഘം അന്വേഷണം നടത്തി മടങ്ങിപ്പോയതിന് തൊട്ടു പിന്നാലെയാണ് ഇദ്ദേഹം മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. എന്നാൽ സംഭവത്തിന് ശേഷം പോലീസ് നടത്തിയ വിശദമായ പരിശോധനകളിലും പ്രാഥമിക നിഗമനങ്ങളിലും അജ്മൽ അലിക്ക് ലഹരി വിൽപ്പനയുമായോ ലഹരി മരുന്ന് സംഘങ്ങളുമായോ യാതൊരുവിധ ബന്ധവുമില്ലെന്ന് വ്യക്തമായിട്ടുണ്ട്. നിരപരാധിയായ ഒരാൾ കേവലം അന്വേഷണത്തിന്റെ പേരിൽ നേരിടേണ്ടി വന്ന മാനസിക സമ്മർദ്ദമാണോ അതോ മറ്റെന്തെങ്കിലും ബാഹ്യ ഘടകങ്ങളാണോ ഈ ദാരുണമായ തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് എന്നതിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം അനിവാര്യമാണ്. ഒരു തൊഴിൽ അന്വേഷകനായോ ജോലി ചെയ്യുന്നതിനായോ എത്തിയ അതിഥി തൊഴിലാളികളുടെ ജീവിതം ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് തകർക്കപ്പെടുന്നതെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. നിലവിൽ ഈ വിഷയത്തിൽ കഴക്കൂട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. അജ്മൽ അലിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ ഇപ്പോൾ വലിയ തോതിലുള്ള ചർച്ചകൾക്കും സംശയങ്ങൾക്കും ഇടയാക്കിയിരിക്കുകയാണ്. സംഭവത്തിൽ കഴക്കൂട്ടം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം അന്വേഷണം പുരോഗമിക്കുമ്പോഴും പോലീസ് ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണങ്ങൾ പലപ്പോഴും പൂർണ്ണമായ വ്യക്തത നൽകുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. ലഹരി കേസിലെ പ്രതിയല്ല അജ്മൽ അലി എന്ന് പോലീസ് വൃത്തങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഇത്തരമൊരു ഗൗരവകരമായ കേസിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അജ്മൽ അലിയെ തിരഞ്ഞ് പോലീസ് ഇദ്ദേഹത്തിന്റെ വാടക വീട്ടിൽ എത്തിയതെന്ന് ഇനിയും വ്യക്തമാക്കേണ്ടതുണ്ട്. പോലീസ് സംഘം എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് മരണം സംഭവിച്ചത് എന്നതിനാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടികൾ എത്രത്തോളം സുതാര്യവും മാന്യവുമായിരുന്നു എന്ന് പരിശോധിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാരിൽ നിന്നും സാമൂഹിക പ്രവർത്തകരിൽ നിന്നും ഇപ്പോൾ ഉയരുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ പോലീസിന്റെ സാന്നിധ്യം ഒരു സാധാരണക്കാരനിൽ പ്രത്യേകിച്ച് അതിഥി തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദവും ഭീതിയും വളരെ വലുതാണ്. ഈ കേസിൽ സംഭവത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നതിനും പോലീസ് നടപടികളിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുമുള്ള നിഷ്പക്ഷവും സമഗ്രവുമായ അന്വേഷണം അനിവാര്യമാണെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയരുന്നുണ്ട്. കേരളത്തിലെ നിർമ്മാണ വ്യാപാര മേഖലകളിൽ നിർണായക പങ്ക് വഹിക്കുന്ന അതിഥി തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും അവരുടെ മാനസികാരോഗ്യം സംബന്ധിച്ചുള്ള വലിയൊരു ചോദ്യം ഈ സംഭവം ഉയർത്തുന്നു. കൃത്യമായ സാമൂഹിക സുരക്ഷയോ പിന്തുണയോ ഇല്ലാത്ത ഇവർക്ക് ഇത്തരം അന്വേഷണങ്ങളും മറ്റും വലിയ ഭയവും സമ്മർദ്ദവുമാണ് ഉണ്ടാക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അതിഥി തൊഴിലാളികൾക്കായി ഹെൽപ്പ് ലൈൻ സംവിധാനങ്ങളും അവർക്ക് നിയമസഹായം ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും ഗൗരവകരമായി ആലോചിക്കേണ്ടതുണ്ട്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിദഗ്ധരുടെ സഹായം തേടണമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. അജ്മൽ അലിയുടെ മരണം ആത്മഹത്യ തന്നെയാണോ അതോ അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളിൽ മറ്റെന്തെങ്കിലും ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടോ എന്നത് പോലീസ് അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാകൂ. നിലവിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്.